ഇവിടെ അയ്യോ, കുറച്ച് പണിയുണ്ടായിരുന്നു. എപ്പോഴാ വരണ്ടേ? ഞാൻ നിന്നെ അല്ല വേറെ ആൾക്കാരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല പണിക്ക്. ഓ, അതിപ്പോ മഴയൊക്കെ ആയത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആ ഇല്ല അതുകൊണ്ടായിരിക്കും. ഇല്ല, അതായത് അവര് ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുക. അപ്പൊ ഉം. ഒന്ന് അത്യാവശ്യമായിട്ടും മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ കേറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തുറന്നു വിടാനാ പറമ്പില്. അല്ല, ഇന്ന് തന്നെ വരണോ? അല്ല ഇന്നല്ലെങ്കിൽ നാളെ, ഒത്തിരി താമസിപ്പിക്കാതെ ചെയ്തരുമെങ്കിൽ. എനിക്ക് ഒരു തനിയെ പറ്റത്തില്ല. ആ ഓക്കെ, എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരാം. ഉം ഉം. ഇന്ന് ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാ. ഇവിടെ കുറച്ച് മഴയൊക്കെ പണിയുണ്ട്. ആയതുകൊണ്ടാണോ നിന്നെ ഇങ്ങോട്ട് കാണാത്തെ? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഒരു സാധനം അവിടുന്ന് എടുത്തായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് സാധനം? ശ്രദ്ധിച്ചില്ലേ? മുറിന്ന്. മുറിയുന്ന? മറ്റേ ഷെൽഫില്ലേ? ഓ, അലമാരൊക്കെ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു ആ ആ ആ. സാധനം തൂക്കിയെടുത്തില്ലേ? മനസ്സിലായില്ല? ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത്. ആ അത് ഞാൻ നോക്കിയായിരുന്നു. അല്ല ഞാൻ വിരിച്ചിട്ടിട്ടേ ഉം. ഞാൻ പിന്നെ കൊണ്ടുവച്ചായിരുന്നു റൂമില്. പിന്നെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഞാ വിചാരിച്ചു എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഇങ്ങനെ തുണിക്കടയിൽ വേറെ തുണിക്കടയിലായിട്ടുണ്ടാവും. അപ്പൊ ഞാനോ നീയാണല്ലോ. അതെന്താ? യെസ്, ഞാനാണ് അതെടുത്തത്. ഞാൻ അത് വെച്ച് എന്ത് വിചാരിച്ചിട്ട്, ചെയ്യാനാ? ഞാൻ ഓർത്ത് ഇനി എപ്പോഴേ അത് മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ എടുത്തെന്നല്ല, ഇത് മിസ് കാണാതെ പോയിട്ടുണ്ട്. മനസ്സിലായി കാണുന്ന ഞാൻ അല്ല അത് വിചാരിച്ചു. വെച്ച് എന്ത് ചെയ്യാനാ? അത് വെച്ച് പല പരിപാടി ചെയ്യാമല്ലോ. രാത്രി അത് വെച്ച് എന്റെ പരിപാടികൾ. നല്ല സുഖമുണ്ട് അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക്. അത് സ്മെല് ചെയ്തിട്ടോ? സ്മെല് ചെയ്തിട്ടും പിന്നെ ഇട്ട് ഉരയ്ക്കും. അതിനകത്തിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ വരുത്തിക്കും. അത് അങ്ങനെയാണെങ്കിൽ രണ്ട് വാഷ് ചെയ്തതല്ലാതെ ഞാൻ യൂസ് ചെയ്തത് തരുമല്ലോ. അല്ല, അത് യൂസ് ചെയ്ത് ഞാൻ ഓർത്ത യൂസ് ചെയ്തതാന്ന് ഓർത്തെ. യൂസ് ചെയ്തെന്ന് ഓർത്തിട്ടാ ഞാൻ എടുത്തത്. അത് ഞാൻ ഇട്ടതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഞാനത് എടുത്തോണ്ട് വന്നിട്ട് സ്മെല്ലുണ്ടാവും. രണ്ട് ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ഇതിനകത്ത് ഇങ്ങനെ സ്ഥിരം ഇത് തന്നെ എനിക്ക് പരിപാടി അത്ര രാത്രി. ആഗ്രഹമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. അല്ല, ഞാനിങ്ങനെ ഞാൻ ഉപയോഗിച്ചത് തന്നെ ഞാൻ. അതെന്തൊരു വലുതാ അത്! ഭയങ്കര വലുതാണല്ലോ. അപ്പൊ നല്ല ഇതുണ്ടെന്ന് തോന്നല്ലോ. ഉം. ഉം. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം ഇട്ട് അത് വെച്ചിട്ടാ പരിപാടി. രാത്രി കിടക്കുമ്പോഴേ. അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. അതൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു സുഖമല്ലേ, അറിയാതെ ഇങ്ങനെ കട്ടെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നേ. എനിക്ക് ഇടയ്ക്ക് തോന്നിയായിരുന്നു, പിന്നെ ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് മറ്റേ ചിലപ്പോ അതുപോലെ എനിക്ക് തന്നെ. തോന്നിയതായിരുന്നെങ്കിലോ എന്ന് ഓർത്തിട്ടേ പിന്നെ പിന്നെ ഞാൻ ചോദിക്കാതിരുന്നെ. അതിന്റെ തൊട്ടടുത്ത് വേറൊരു സംഭവം കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത പ്രാവശ്യം എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. മറ്റേ ഉം. ചെറിയ ഇത്. ഉം. തൽക്കാലം എന്റെ കൈ കിട്ടിയത് അതായോണ്ട് ഞാനിങ്ങെടുത്ത്. അത് ഞാൻ അന്നേരം നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ലുണ്ടായിരുന്നല്ലോ. ഞാൻ ഓർത്ത് വാഷ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചു. ഇല്ല ഇല്ല. വാഷ് അല്ല, ഒരു 3-4 എണ്ണം വാഷ് കിടപ്പുണ്ടായിരുന്നു. ചെയ്തതേ അതിനകത്ത് വെക്കാറുള്ളൂ. ആ. ഒരു 3-4 എണ്ണം കിടപ്പുണ്ടായിരുന്നു. അത്ര വലുതാ അത്? ഇത് അയ്യോ. അല്ല, ഉം. നീ എന്നാ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെടുത്ത് വെക്കുമായിരുന്നു. അതായത് ഉപയോഗിച്ചത്. എന്നാ അതിലാവുമ്പോ കുറച്ചും കൂടി. നാളെ വരുമ്പോ ഇന്നിട്ടേക്കൊന്ന് തരാമോ? അതിനെന്താ? ഉം? തരാല്ലോ, എടുത്ത് വെക്കാം. എടുത്ത് വെക്കാം, ഒന്നും ചെയ്യണ്ട, അതുപോലെ എടുത്ത് വെച്ചാൽ മതി. ഉം. അതുപോലെ തന്നെ, ഒന്നും ചെയ്യരുത്, നനയ്ക്കൊന്നും ചെയ്യരുത്. ഇല്ല, നനയ്ക്കാതെ എടുത്ത് വെക്കാം. ഉം. അപ്പോഴല്ലേ അത് കുറച്ചും കൂടി ഉം. ഫീൽ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ എടുത്ത് വെച്ചിട്ട് നാളെ വരുമ്പോ തന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാതെ. അല്ല, ഞാൻ നിനക്ക് അങ്ങനെയൊക്കെ മതിയോ? അല്ലാതെ വേണ്ട? അങ്ങനെ പോരാ, തൽക്കാലം ഇങ്ങനെ ഇതല്ലേ, ഒരു സ്പെഷ്യൽ സുഖമല്ലേ, ഉം. സ്പെഷ്യൽ ഫീൽ അല്ലേ. ഇങ്ങനെ അതെനിക്ക് ഭയങ്കര രസം, ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ആ ലാസ്റ്റിലത്തെ ആ ഒരു എന്നിട്ട് നിമിഷമുണ്ട്. അതിങ്ങനെ എങ്ങനെയാ ചെയ്യുന്നത്? അതിനകത്തിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് രണ്ട് അതിലാക്കും ആ ചെയ്തിട്ട്. രണ്ടിതിലും ആക്കും.
ഇപ്പൊ രണ്ടും ഇങ്ങനെ കുതിർന്ന് കിടക്കുക. രണ്ടും ഞാൻ നനയ്ക്കാനും പോയിട്ടില്ല. ഞാൻ വെച്ച് 2 ദിവസം കൂടെ അപ്പൊ അങ്ങനെ കൊറേ തന്നെ. ഒഴിച്ചാണല്ലോ. ഇഷ്ടം പോലെ കുറെ ആയിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് തന്നെ ഒരു 3-4 തവണ. പിന്നെ ഇപ്പുറത്തേതും അതുപോലെ തന്നെ. ഒരു 3 ദിവസമായിട്ട് തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് അവിടുന്ന് എടുത്തത്. ഞാൻ വിചാരിച്ച അത്ര ഉള്ളപ്പോഴത്തേക്ക് ഇനിയിപ്പം എനിക്ക് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. ഉം. അപ്പൊ ഏകദേശം അത് ഫുള്ള് നിറഞ്ഞു. ഇനിയിപ്പോ അത് നനയ്ക്കുന്ന കാര്യം ഇപ്പൊ ഇനി ടാസ്കാ. അപ്പൊ അടുത്തത് പുതിയതാ തുടങ്ങിയതാ. ഞാൻ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തു അങ്ങനെ കിടക്കാൻ തരുവേ. എന്തോരം വലുതായിരിക്കും, എന്ത് രസമായിരിക്കും. അപ്പൊ താഴത്തോ? അതും എന്തോ ആയിരിക്കും. താഴെയുള്ളത് എടുത്ത് വെച്ചേക്കാം. ശരിയാണ്. എനിക്ക് പക്ഷെ റോപ്പുള്ള അത് അതാണ് ഭയങ്കര ഇതാവുന്നത് കാണുമ്പോഴത്തേക്ക്. അതിനെ കുറച്ചുകൂടെ നല്ലൊരു ഇതുണ്ടാവും. അല്ല, ഞാനേ ആദ്യം ഇങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക്, ഞാൻ അവിടെ വരുമ്പോഴേ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതാണ്. അതാ ഞാൻ അത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഒരു കാര്യം ചെയ്യാം, അതും കൂടെ വെച്ചു താഴത്തെ കൂടെ. രണ്ടും കൂടെ ആകുമ്പോ ഒരു നല്ല സുഖമായിരിക്കും. നിന്റെ ഒന്ന് കാണണമായിരുന്നു എങ്ങനെയാണ്. അത് കാണിച്ചിട്ട് ഞാൻ മറ്റേ എടുത്ത് അയച്ചാൽ മതിയോ? ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് ഞാൻ അയച്ചു തരാം. അതിനകത്തോട്ട് വീഴുന്നേ. അത് വീഡിയോ ആയിട്ട് അയച്ചു തരാം. കുറച്ച് ടൈം എടുത്തിട്ട് ഇങ്ങനെ അയച്ചു തരാം. അപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ. വലുതാണോ നോക്കാനാ? വലുതാണോന്നോ? അത് ഇതൊരു പ്രത്യേകം, അതായത് നമ്മൾ ഡയറക്റ്റ് അല്ലല്ലോ. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വികാരമാണ്. അന്നേരത്തേക്ക് ഭയങ്കരമായിട്ട് ഇതാവും. അല്ല, ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നല്ല ചാൻസ് ഉണ്ടല്ലോ. പിന്നെ നീ ഇത്രയും പറയാതിരുന്നു. അത് അവിടെ എല്ലാരും, ഞാൻ മിക്കപ്പോഴും വരുമ്പോ എല്ലാരും അതൊന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. അല്ല, എല്ലാരും ഉള്ളപ്പോ പിന്നെ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. ഇപ്പൊ നാളെ പകൽ വരുവാണെങ്കിൽ ആരും ഇങ്ങനെ കാണത്തില്ല. അപ്പുറം എന്നൊക്കെ പറയുകയും ചെയ്യും. അവിടെ വരുമ്പോഴത്തേക്ക് ഇല്ല, അടുക്കള ഭാഗത്ത്. അപ്പം ബാക്ക് സൈഡ് അടുക്കളയിൽ ആരും ഞാൻ മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ. അമ്മച്ചിയൊക്കെ അപ്പുറല്ലേ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും, ഇത് ഞാനത് അയച്ചു തരാം. എങ്ങനെയുണ്ടോ നോക്ക്, ഇഷ്ടപ്പെട്ടോ നോക്ക്. എന്നിട്ട് കൊതിയാണെങ്കിൽ നോക്കുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാന് സമയം കിട്ടാറില്ല. എനിക്കറിയാലോ ഇവിടെ തിരക്കും കാര്യങ്ങളും. ഞാൻ ആ വെള്ളം കുറച്ച് കേറിയിട്ട് കണ്ടപ്പോഴത്തേക്ക് അത് പിന്നെ ഒന്ന് ഇതിലേക്ക് ഒഴുക്കി വിടാലോ എന്ന് ഓർത്തിട്ടാണ്. എനിക്ക് ചെറുതായിട്ട് നമ്മള് കൂട്ടുകാരെ വീട്ടിലൊക്കെ അങ്ങനെ ഇത് ആയതുകൊണ്ട് പറമ്പിന്റെ ആ സൈഡില്ലേ, അതൊന്ന് ചെറുതായിട്ട് ഇന്ന് ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോളും വെള്ളം. അപ്പൊ ഇങ്ങനെ കിടക്കുക പറമ്പത്ത്. അപ്പൊ അത് അമ്മച്ചി 2-3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആളെ കിട്ടണ്ട, ആള് വരുന്നില്ല. എന്ത് ചെയ്യാന്? അപ്പൊ അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ച്. പിന്നെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ആ ഒരു അങ്ങനെയൊന്നും ഓർക്കാറേ ഇല്ല ശരിക്കും പറഞ്ഞ. അതെന്താന്നറിയോ, അത് അവിടെ വരുമ്പോ കണ്ട് അങ്ങനെ ആയതാണ്. പിന്നെ ഞാൻ മറ്റേതൊക്കെ, എനിക്കതങ്ങനെ വരാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊക്കെ വായിക്കാറുണ്ട്. മറ്റേ അത് വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഓരോന്ന് കാണത്തില്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് റൂമിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ അന്നേരം ആ സിറ്റുവേഷനിൽ അവിടെ ആരും ഇല്ല. ഇന്ന് ഉപയോഗിച്ചതേ താഴത്തെ എടുത്തു വെച്ചേര്. ഞാൻ വൈകിട്ടേ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരെണ്ണം അയച്ചു തരാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ. അതിന്റെ സത്യം, അത് രണ്ടും ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുവാണേ. രണ്ടിതും നനഞ്ഞിരിക്കുവോ കട്ടയ്ക്ക്. അപ്പൊ അതിന്റെ മണ്ടയ്ക്കൂടെ ഞാൻ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ കാര്യം അത് ബ്ലാക്ക് അല്ലേ. താഴത്ത് ഉപയോഗിക്കുമ്പോ നല്ല ഉണ്ടാവൂലേ? അയ്യോ, അത് ഭയങ്കരമായിരിക്കും. അത് മാത്രല്ല, ബ്ലാക്ക് ആയിരുന്നല്ലോ ശരിക്കും എടുത്ത് കാണിക്കുന്നു. ഇന്ന് നീ എന്തായാലും അങ്ങനത്തെ കാണിച്ചതാ. എന്നിട്ട്